അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു പിറ്റേന്ന് രാവിലെ തന്നെ അബൂ സുഫിയാനുമായി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലെത്തി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ അബൂ സുഫിയാൻ ബിൻ ഹർബിനോട് പുലർത്തുന്ന ഒരു സമീപനമുണ്ട്. അത് നമ്മൾ ഈ ചരിത്ര പഠനത്തിൽ കാണേണ്ടതും കേൾക്കേണ്ടതും പഠിക്കേണ്ടതുമായ ഒരു വിഷയമാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോരുത്തരെയും അവരവരുടേതായ പ്രത്യേകതകൾക്കും സവിശേഷതകൾക്കും ജീവിത സാഹചര്യങ്ങൾക്കും അനുസൃതമായിട്ടാണ് സമീപിക്കാറുള്ളത്. അതുതന്നെയാണ് മഹാനായ നബിയുടെ പ്രബോധനം ഇത്രമേൽ വിജയിക്കാനുള്ള കാരണം. ആരെയും പ്രയാസപ്പെടുത്തില്ല, ആരെയും നിർബന്ധിക്കില്ല, ആരെയും മാനസികമായി പ്രക്ഷാളനം ചെയ്യില്ല. അതുകൊണ്ടാണ് ഈ പ്രബോധനം ഇത്രമാത്രം വളരെ ഐതിഹാസികമായി വിജയിക്കാൻ തന്നെ കാരണം. അബൂ സുഫിയാൻ നമുക്കെല്ലാവർക്കും അറിയാം, മക്കയിലെ ഒരു പ്രധാനിയാണ്. പ്രത്യേകിച്ചും അബൂ ജഹലിൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം അബൂ സുഫിയാനാണ് മക്കയിലെ ഏറ്റവും വലിയ ആൾ, ഏറ്റവും പ്രധാനിയായ ആൾ, നേതാവ് അദ്ദേഹമാണ്. അബൂ സുഫിയാൻ നല്ലൊരു മനുഷ്യനാണ്. ശരിക്കും അങ്ങനെ ഒരുപാട് വാശിയോ ഒരുപാട് വിദ്വേഷമോ ഒന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരാളല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ മാനസികമായ ഒരു ത്വരയുണ്ട്, ഒരു താല്പര്യമുണ്ട്. എന്താ വെച്ചാൽ എവിടെ ചെന്നാലും അവിടെ താനായിരിക്കണം മേലെ. അങ്ങനെ ചില ആൾക്കാരുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അതൊരു തെറ്റായ കാര്യം ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കാനോ വേണ്ടിയൊന്നുമുള്ള ഒരു ശ്രമമായിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. മറിച്ച് അതൊക്കെ ചില ആൾക്കാരുടെ ഒരു പ്രകൃതമാണത്. ഒരു സദസ്സിലെത്തിക്കഴിഞ്ഞാൽ അവിടെ താൻ മേലെയുള്ള ആളായിരിക്കണം, താനായിരിക്കണം അവിടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ആൾ, തൻ്റെ അംഗീകാരത്തോടു കൂടി ആയിരിക്കണം അവിടെ തീരുമാനിക്കപ്പെടുന്ന തീരുമാനങ്ങളൊക്കെ ഉണ്ടാവേണ്ടത്, രൂപപ്പെടേണ്ടത്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ടാവും. അതൊക്കെ സത്യത്തിൽ പറഞ്ഞാൽ ഒരു ഷഹ്വത്ത് തന്നെയാണത്, വൈകാരികത തന്നെയാണത്. അധികാരം എന്ന് പറയുന്നത് സമ്പത്ത് പോലെ, സൗന്ദര്യം പോലെ, സ്വാധീനങ്ങൾ പോലെ ഒരു പ്രധാനപ്പെട്ട മനുഷ്യൻ്റെ ഒരു ത്വരയാണ് നേതൃസ്ഥാനം, നേതൃമോഹം എന്നൊക്കെ പറയുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലെത്തിയ അബൂ സുഫിയാനെ നബി ആ പ്രത്യേകതകളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അത് നബിയുടെ ദഅവത്തിൻ്റെ ആ ഒരു മഹാത്മ്യം അതുകൂടി നമുക്ക് ബോധ്യപ്പെടാനുള്ള ഒരു വഴിയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വിനയാന്വിതനായ അബൂ സുഫിയാൻ വന്നിരിക്കുമ്പോൾ നബി ചോദിച്ചു, വൈഹക അബൂ സുഫിയാൻ, അബൂ സുഫിയാൻ, അലം യഅ്നി ലക് അൻ തഅലമ അന്നി റസൂലുള്ളാഹ്. നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നത്, ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, ഞാൻ സാക്ഷാൽ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് തിരിച്ചറിയാൻ, എന്ന് മനസ്സിലാക്കാൻ ഇതുവരെയും താങ്കൾക്ക് സമയമായിട്ടില്ലേ ഇനിയും എന്നാണ് ചോദിക്കുന്നത്. നോക്കൂ, വല്ലാത്തൊരു ചോദ്യമാണത്. കാരണം എന്താ വെച്ചാൽ അബൂ സുഫിയാൻ അങ്ങനെ ഒരു നേതൃമോഹം എന്ന് പറയുന്ന വൈകാരികതയൊക്കെ അബൂ സുഫിയാനിൽ ഉണ്ട് എങ്കിലും അബൂ സുഫിയാൻ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്, കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കുന്ന കൂട്ടത്തിലാണ്. നമുക്കെല്ലാവർക്കും അത് ബദർ യുദ്ധത്തിൻ്റെ അന്ന് നമ്മൾ ആ സംഭവം പറഞ്ഞപ്പോൾ നമുക്ക് ഒരർത്ഥത്തിൽ നമുക്കത് ഊഹിക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ അബൂ സുഫിയാൻ മദീനയിലൂടെയുള്ള ഷാമിൽ നിന്നുള്ള തിരിച്ചു വരുന്ന വരവ് വഴി അത്ര സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മക്കയിൽ നിന്നുള്ള സഹായം വരും, തന്നെയും കാഫിലയെയും സഹായിക്കും എന്നൊക്കെ സാഹചര്യങ്ങൾ ഉറപ്പ് പറഞ്ഞിട്ടും അബൂ സുഫിയാൻ മദീനയിലൂടെ വരുന്നില്ല. അതെന്താ? അബൂ സുഫിയാൻ ചിന്തിക്കുകയാണ്, അവരൊരുപക്ഷെ വരാം, വന്ന് സഹായിക്കാം, അവർക്ക് കൂടി ബാധ്യതയുള്ളതാണിത്, അതുകൊണ്ട് അവർ സഹായിച്ചേക്കാം. അങ്ങനെ സഹായിച്ചാൽ പോലും ഒരുപക്ഷെ ആ സഹായം വേണ്ട വിധത്തിലായില്ലെങ്കിലോ, അല്ലെങ്കിൽ ആ സഹായം ഒരുപക്ഷെ ഏറ്റില്ലെങ്കിലോ, അല്ല മറിച്ചായാലോ, എന്നെ സഹായിക്കാൻ വന്ന സേന പരാജയപ്പെട്ടാലോ, അതൊക്കെ സാധ്യതയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ സമ്പത്തുള്ള ഒരു കാരവണുമായിട്ട് ഒരു പരീക്ഷണത്തിന് അദ്ദേഹം മുതിരുന്നില്ല. അതൊരു വലിയ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ സുഫിയാനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇനിയും ഞാൻ റസൂലാണ് എന്ന് മനസ്സിലായിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. അതാണ് ആ ചോദ്യത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത. ആ ചോദ്യത്തിൻ്റെ ഒരു സാങ്കത്യം അതാണ്. ചിന്തിക്കാൻ കഴിയുന്ന ഒരാളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആ വഴിക്ക് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നത്. സത്യത്തിൽ ആ ചോദ്യം വളരെ പ്രസക്തം തന്നെയാണ്. കാരണം 8 വർഷമായി മദീനയിലെ ജീവിതം തന്നെ, അതിനു മുമ്പ് 13 വർഷം. അപ്പോൾ മൊത്തത്തിൽ ഏതാണ്ട് 20 കൊല്ലം, 21 വർഷത്തോളമായി ഈ പ്രവാചകൻ അവരുടെ മനസ്സിൻ്റെ മുമ്പിലുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹം എന്ത് പറയുന്നു, അദ്ദേഹം ഏത് സമീപനം പുലർത്തുന്നു, ഇതെല്ലാം എല്ലാവരുടെയും മുമ്പിലുണ്ടല്ലോ.
അവ ഓരോന്നിൽ നിന്നും ചിന്തിച്ച് കണ്ടെത്താവുന്നത് തന്നെയാണ്. ഈ പറയുന്ന ആൾ നിഷ്കളങ്കമാണോ, ആത്മാർത്ഥമായിട്ടാണോ പറയുന്നത്, ഇദ്ദേഹം പറയുന്നത് പോലെ തന്നെ ഇദ്ദേഹം അള്ളാഹുവിൻ്റെ പ്രവാചകനാകാനുള്ള സാധ്യതയുണ്ടോ, ഒരു പ്രവാചകനെ കൈവെക്കാവുന്ന മേഖലയിൽ മാത്രമാണല്ലോ ഇദ്ദേഹം കൈവെക്കുന്നത്, ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ഒരു വിശാലമായ സാഹചര്യങ്ങൾ ഇതുവരെയുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും താങ്കളെപ്പോലെ ചിന്തക്ക് കൂടി പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരാൾ അത് നൽകിയില്ല എന്നാണോ, എന്താണ് അബൂ സുഫിയാൻ എന്ന് പറയുകയാണ്. അബൂ സുഫിയാൻ അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അദ്ദേഹം തലകുനിച്ചിരുന്നു. അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു പിന്നിൽ പറഞ്ഞു, അബൂ സുഫിയാൻ, ജനങ്ങൾ നിങ്ങളുടെ കൈ വെട്ടുന്നതിന് മുമ്പായി താങ്കൾ ഇസ്ലാം മതം സ്വീകരിക്കുക, അതായിരിക്കും താങ്കൾക്ക് നല്ലത്. അങ്ങനെ അദ്ദേഹം അനുസരിച്ചു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്നക റസൂലുള്ളാഹി എന്ന് തുറന്നു പറഞ്ഞ് സത്യസാക്ഷ്യം ചെയ്ത് അദ്ദേഹം ഇസ്ലാമിലേക്ക് എത്തുകയും തൻ്റെ ജീവിതത്തിൽ കടന്നുപോയ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാവുകയും ചെയ്തു. ഇസ്ലാമിനെതിരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, മുസ്ലിമീങ്ങൾക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വലിയ തെറ്റുകളാണ്, കുറ്റങ്ങളാണ് അള്ളാഹുവിൻ്റെ ഹിസാബിൽ. പക്ഷേ ആ ഹിസാബിലെല്ലാം അള്ളാഹുവിനോട് താൻ ചെയ്ത എല്ലാ പാപങ്ങളും അദ്ദേഹം മായ്ച്ച് കളയുകയും ചെയ്തു. പിന്നെ അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അബൂ സുഫിയാൻ ഇങ്ങനെ ഒരു മനസ്ഥിതി ഉള്ള ആളാണ്. ഒരു നേതൃമോഹവും ഒരു നേതൃ താല്പര്യവും അല്ലെങ്കിൽ ഒരു നേതൃ പാഠവും എല്ലാം ഉള്ള ആളാണ്. അതുകൊണ്ട് ഈ മിഷനിൽ, ഈ ദൗത്യത്തിൽ അബൂ സുഫിയാന് വേണ്ടി എന്തെങ്കിലും ഒരു പ്രത്യേകത അങ്ങ് കൽപ്പിച്ചു നൽകണം, അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനൊക്കെ തീർച്ചയായും തയ്യാറായിരുന്നു. കാരണം അൻസിലുന്നാസ മനാസിലഹും, ഓരോരുത്തരെയും അവരുടെ സ്ഥാനത്തിനനുസരിച്ച് കാണുക, പരിഗണിക്കുക എന്നത് മഹാനായ നബിയുടെ ഉപദേശങ്ങളിൽ ഒന്ന് തന്നെയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു എന്നറിയാമോ? പ്രഖ്യാപിച്ചു, മൻ ദഖല ദാറ അബീ സുഫിയാൻ ഫഹുവ ആമിൻ. ആരെങ്കിലും അബൂ സുഫിയാൻ്റെ വീട്ടിലേക്ക് കയറി നിന്നാൽ, അബൂ സുഫിയാൻ്റെ വീട്ടിൽ അഭയം തേടിയാൽ അവർ സുരക്ഷിതരായിരിക്കും, അവർക്ക് അഭയമുണ്ടായിരിക്കും എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചു. അങ്ങനെ അബൂ സുഫിയാന് റാഹത്തായി, സന്തോഷമായി, തനിക്കൊരു പ്രത്യേക സ്ഥാനം കിട്ടിയതിൽ അബൂ സുഫിയാന് വല്ലാത്തൊരു സന്തോഷമായി. പിന്നെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി അവർ മക്കയിലേക്ക് പുറപ്പെടുകയാണ്. അവർ തമ്പടിച്ചിരുന്ന വാദി ഫാത്തിമയിൽ നിന്ന് മുന്നോട്ട് പോവുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.